തുലാമാസത്തിൽ ഉണരേണ്ട തെയ്യക്കാവുകളിൽ നിന്ന് അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങൾ മായാതായതോടെ പ്രതീക്ഷ അസ്തമിച്ച നൂറുകണക്കിന് തെയ്യം കലാകാരന്മാർക്ക് പ്രതീക്ഷയുടെ കാലം വന്നെത്തുന്നു. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും അതിന്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ നടത്താൻ സർക്കാർ അനുമതി നൽകി. ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ച് എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് കൂടാൻ പാടില്ല. അക്കാര്യം പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഉറപ്പാക്കും. കഴിഞ്ഞ സീസണിൽ പാതിവഴിയിൽ നിലച്ച കളിയാട്ടക്കാലം തുലാമാസത്തിൽ വീണ്ടും താളമിടുമെന്ന പ്രതീക്ഷയാണ് കൊറോണക്കാലം വന്നതോടെ ഇല്ലാതായത്. ആളും ആരവങ്ങളുമാണ് കളിയാട്ടക്കാവുകളുടെ മുഖമുദ്ര. മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തിവരാറുള്ള അനുഷ്ഠാനമാണ് തെയ്യം. അതുകൊണ്ട് നിയന്ത്രണ വിധേയമായി കളിയാട്ടം നടത്തുക അസാധ്യമാണ്. ഇതാണ് ഈ സീസണിലെയും തെയ്യം അനിശ്ചിതത്വത്തിലാക്കിയത്. മാത്രമല്ല, ആളുകൾ കുറയുന്നത് സാമ്പത്തിക ഞെരുക്കത്തിനും കാരണമാകും. കഴിഞ്ഞ സീസണിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നൂറുകണക്കിന് തെയ്യം കലാകാരന്മാരുടെ ജീവിതം വൈറസ് തകർത്തെറിഞ്ഞിരുന്നു. ഈ പ്രതിസന്ധി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും തുടരുകയാണ്. നൂറുകണക്കിന് കാവുകളും തറവാടുകളും കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളും സജീവമാക്കിയ തെയ്യക്കാലമില്ലാതായത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. 6 മാസം കുറഞ്ഞാടി കാവുകൾ ഉണർത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലാണ് ഇവർ ഒരു വർഷം ജീവിക്കുന്നത്. മാത്രമല്ല, ഊണും ഉറക്കവും ഒഴിഞ്ഞ് ശരീരം വരിഞ്ഞു മുറുകുന്നതിലൂടെ തീയാട്ടത്തിലൂടെയും ശരീരത്തിനേൽക്കുന്ന പരിക്കുകളും ചെറുതല്ല. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായങ്ങളും സൗജന്യ റേഷനുമൊക്കെ ലഭിച്ചിരുന്നെങ്കിലും നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. വീണ്ടും ഉത്സവങ്ങളും അതിന്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ നടത്താൻ അനുമതി ലഭിച്ചതിന്റെ സമാധാനത്തിലാണിവർ. സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം ജനുവരി 5 മുതൽ ഉത്സവങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ തെയ്യം കലാകാരന്മാർ അതിയായിട്ട് സന്തോഷിക്കുന്നു. കാരണം ഒരു 7-8 മാസമായി നമുക്ക് തെയ്യത്തിൻ്റെ ഇതൊന്നും ഇല്ലാത്തത്. ഇപ്പോൾ 1-2 ഇടങ്ങളിൽ തെയ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് നമുക്ക് അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ഈ ജനുവരി 5-ന് ശേഷമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ തറവാടുകളിലും തെയ്യം വരാനുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ക്ഷേത്രാധികാരികളും അതുപോലെ തറവാട്ടിലെ അംഗങ്ങളും എല്ലാം ചേർന്നിട്ട് അതൊരു തീരുമാനമെടുത്ത് കളിയാട്ടം നടത്താൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള തെയ്യം കലാകാരന്മാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ല കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മതപരമായ ഉത്സവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ എന്നിവയ്ക്ക് ഇൻഡോറിൽ പരമാവധി 100-ഉം ഔട്ട്ഡോറിൽ പരമാവധി 200-ഉം പേരെയാണ് അനുവദിക്കുക. പരിപാടികൾ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ കലകളുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്ന ആശങ്ക കലാകാരന്മാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ കലാസാംസ്കാരിക പരിപാടികൾ ആളുകളുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് നടത്താൻ അനുവദിക്കുന്ന പരിപാടികൾ നിബന്ധനകൾ പാലിച്ചാണോ സംഘടിപ്പിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ പോലീസിനെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരെയും നിയമിക്കാനും ഉത്തരവുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എതിർക്കുന്ന